നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ്. എല്ലാവർക്കും തടി പെട്ടെന്ന് കുറയണം എന്ന് ആഗ്രഹമുള്ള ആളുകളായിരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് തടി കുറയ്ക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ഇങ്ങനെ പെട്ടെന്ന് തടി കുറയ്ക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തടിയൊക്കെ കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ പെട്ടെന്നായിട്ട് സഡൻ ആയിട്ടുള്ളൊരു വെയിറ്റ് ലോസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളും വരുന്നുണ്ട്. അതായത് ചില ആളുകൾ പട്ടിണിയൊക്കെ കിടക്കും. ചില പേഷ്യൻസ് നമ്മളോട്, അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ വരുന്ന ആളുകൾ നമ്മളോട് പറയുന്നൊരു കാര്യമാണ്, ഡോക്ടറെ ഞാൻ പട്ടിണി കിടക്കുന്നുണ്ട് എന്നിട്ടും എൻ്റെ തടി കുറയുന്നില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ നിങ്ങൾ പട്ടിണി കിടക്കല്ല വേണ്ടത്, നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് എടുത്തുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കണം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് മസിൽസ് കൊണ്ടും ബോൺസ് കൊണ്ടും എല്ലാം ആണ്. അതായത് അവിടെ പേശികൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ എല്ലുകൾ വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ എല്ലാം തന്നെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് പ്രോപ്പറായിട്ടുള്ള പ്രോട്ടീൻസ് വേണം, ഫാറ്റ് വേണം, അതുപോലെ തന്നെ വൈറ്റമിൻസ് വേണം, മിനറൽസ് വേണം. അപ്പോൾ ഇങ്ങനെയുള്ള, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സും വേണം. അപ്പോൾ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് കാർബോഹൈഡ്രേറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പം ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് നിങ്ങൾ ഒഴിവാക്കിയാലും പ്രോപ്പറായിട്ടുള്ള പ്രോട്ടീൻസും ഫാറ്റ്സും നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല ശരീരത്തിന്. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് ഇൻ ദ സെൻസ്, ഇപ്പം രാവിലെയൊക്കെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറയാറില്ല. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വേണം എന്നുള്ളവർക്ക് അത് കഴിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലുള്ള ഡയറ്റ് ചാർട്ടിലുള്ള ചില ഫുഡുകളാണ് പേഷ്യൻസിനോട് പറയുക. അപ്പോൾ അവർക്ക് ചില ആളുകൾക്ക് നിർബന്ധം ഉണ്ടായിരിക്കും. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ മുൻപ് 4, 5, 6 ഇഡ്ഡലിയൊക്കെ കഴിച്ചു, അതുപോലെ തന്നെ 3 ദോശയോളം കഴിച്ച ആളുകളാണെങ്കിൽ നമ്മൾ ക്വാണ്ടിറ്റി അവിടെ കുറച്ച് തരും. ക്വാണ്ടിറ്റി കുറച്ച് തന്നിട്ട് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കണം. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഒരു ഡയറ്റ് കൊടുക്കുന്ന സമയത്താണെങ്കിലും മോർണിംഗ് ടൈമിലൊക്കെ ആണെങ്കിൽ പേഷ്യൻസിന് വേണമെങ്കിൽ നമ്മൾ ഓപ്ഷനായിട്ട് പല ഫുഡ് ഐറ്റംസ് പറഞ്ഞു കൊടുക്കും. ഇല്ലെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് ഒരു 1 മന്ത് ഡയറ്റ് കൊടുക്കുന്ന സമയത്ത് ഒരു ചാർട്ടിൽ നമ്മൾ കൂടുതലായിട്ടും എഗ്ഗ് പറയാറുണ്ട്. അപ്പം എഗ്ഗ് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു എഗ്ഗ് ഉണ്ടാക്കി കഴിക്കുകയല്ല, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പല വെജിറ്റബിൾസും എല്ലാം തന്നെ ആഡ് ചെയ്തിട്ട് അവരോട് എഗ്ഗ് എടുക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. അപ്പം എല്ലാ രീതിയിലുള്ള ന്യൂട്രീഷൻസും നിങ്ങളുടെ ബോഡിയിലോട്ട് എത്തണം ഒരു ഡയറ്റ് എടുക്കുന്ന സമയത്ത്. അപ്പോൾ ഒരു ഡയറ്റ് എടുത്തുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്കൊരു ക്ഷീണം ഉണ്ടാവാൻ പാടില്ല. ഡയറ്റ് എടുക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ ശരീരത്തിനുള്ള എനർജിയും കൂടി വേണം. നോർമലി നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ദിവസം നമുക്കൊരു വേണ്ട എനർജി എന്ന് പറയുന്നത് ഒരു 1000 to 1200 കിലോ കലോറി, ആ ഒരു രീതിയിലുള്ള എനർജിയാണ് നമ്മുടെ ബോഡിയിലോട്ട് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് അത്രയും എനർജി കിട്ടുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് നമ്മളും അഡ്വൈസ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നോർമലി നമ്മൾ വെയിറ്റുള്ള ആളുകളൊക്കെ ചെയ്യുന്നത് വെച്ചാൽ നന്നായിട്ട് ഫുഡ് കഴിക്കും. അവരൊരു ദിവസം 2000 കലോറി അല്ലെങ്കിൽ അത്രയും എനർജി കിട്ടുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് ബാക്കിയുള്ള എനർജി എന്തായിട്ട് മാറും? നമ്മുടെ ശരീരത്തിൽ അത് കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റായിട്ടായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അതാണ് നിങ്ങൾക്ക് വെയിറ്റ്, നല്ല ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് തന്നെയാണ് നല്ല രീതിയിൽ വെയിറ്റ് കൂടുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ വളരെ മിനിമം ആളുകൾ മാത്രമാണ് എന്തെങ്കിലും സ്റ്റിറോയിഡ്സ് കഴിച്ചിട്ടോ അല്ലെങ്കിൽ PCOD അല്ലെങ്കിൽ തൈറോയ്ഡ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം വെയിറ്റ് കൂടുന്നത്. ബാക്കി ഭൂരിഭാഗം ആളുകളും അവർ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് അവരുടെ ശരീരത്തിന് വേണ്ടതിലും കൂടുതലായിട്ടുള്ള ഫുഡ് അവരെടുക്കുന്ന സമയത്താണ്. അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചേഞ്ചസ് വരുന്നുണ്ട്. കാരണം ഡയറ്റിലെ ഭക്ഷണങ്ങളും എല്ലാം തന്നെ നമ്മൾ പറഞ്ഞു വരുന്നതുകൊണ്ട് അതിൽ ചേഞ്ചസ് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഓപ്ഷൻ തന്നെ എടുക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കണം. അവിടെ പ്രോട്ടീൻസ് ഇൻക്ലൂഡ് ആവണം, അവിടെ നല്ല കൊഴുപ്പുകൾ അത്യാവശ്യമായിട്ട് വേണം, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് നമ്മുടെ ശരീരത്തിലോട്ട് വേണം, അല്ലെങ്കിൽ സാലഡ്സ് രൂപത്തിൽ വേണം. അതുപോലെ തന്നെ ഇപ്പോൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ബോഡിയിൽ എന്ത് വേണം? കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ നടക്കണം. ഇപ്പോൾ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കണം എപ്പോഴും നിങ്ങൾ. ഇപ്പോൾ ഉച്ചയ്ക്കത്തുള്ള ഫുഡാണെങ്കിലും, ഇപ്പോൾ ഈവൻ നമ്മളൊരു ഡയബറ്റീസ് പേഷ്യൻസിനോട് എന്താ പറയുന്നത്? നിങ്ങൾ ഇടവേളകൾ എടുത്തിട്ട് വളരെ കുറച്ച് മീൽസ് കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. അപ്പം നിങ്ങൾ രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ നേരെ ഡയറക്റ്റ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനാകുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു വിശപ്പ് വരും. നമ്മുടെ ബോഡിയിൽ കുറേ ഹോർമോൺസ് ഉണ്ട്, ഹോർമോൺസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ്, ഈ ഹോർമോൺസിന് തന്നെ വിശപ്പ് ഉണ്ടാക്കുന്ന ഹോർമോൺസ് ഉണ്ട്, ഫുൾനെസ് തരുന്ന ഹോർമോൺസൊക്കെ ഉണ്ട്. അപ്പം
നമുക്ക് വിശപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, അമിതമായിട്ട് നമ്മൾ ഫുഡ് കഴിക്കരുത്. ഇപ്പോൾ രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ നിങ്ങളൊരു ഗ്യാപ്പ് എടുത്ത് ഉച്ചയ്ക്ക് നിങ്ങൾ ലഞ്ച് കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നിങ്ങൾ ഒരുപാട് ഫുഡ് കഴിക്കും, നിങ്ങൾക്ക് നല്ല രീതിയിൽ വിശപ്പ് വന്നിട്ടുണ്ടായിരിക്കും. അപ്പം അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ രാവിലെ ഫുഡ് കഴിക്കുക. പിന്നെ ഒരു 11 മണിക്ക് ആവുന്ന സമയത്ത് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, 11 മണിക്ക് ആ ഒരു ചെറിയ ഗ്യാപ്പിൽ എന്ത് കഴിക്കുന്നു, ചെറിയ രീതിയിലുള്ള നട്ട്സുകളോ സീഡ്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മോരും വെള്ളമോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ലഘുവായിട്ടുള്ളത് ട്രൈ ചെയ്യുക. പിന്നെ ഉച്ചയ്ക്കാവുന്ന സമയത്ത് നമ്മൾ പോർഷനായിട്ട് ഇപ്പോൾ റൈസ് കഴിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ബ്രൗൺ റൈസ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മളത് വീണ്ടും അവിടെ പോർഷൻ ആക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിലൊരു വളരെ ചെറിയൊരു കപ്പ് മാത്രമേ റൈസ് പേഷ്യൻസിനോട് കഴിക്കാൻ പറയുന്നുള്ളൂ. പിന്നെ നമ്മൾ പറയുന്നത് സാലഡ്സ് എന്താണെങ്കിലും വേണം, നിങ്ങളവിടെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫാറ്റ് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇതൊരു മീൻ കഴിക്കുകയാണെങ്കിൽ മീൻ കഴിക്കുക, ഫിഷ് കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, കറി വെച്ചിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം അവിടെ ഫ്രൈഡ് ഒഴിവാക്കുക, ഗ്രിൽഡ് ആണെങ്കിലും മാക്സിമം കുറയ്ക്കുക. കൂടുതലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അത് കറി വെച്ചിട്ട് ഫിഷ് മാത്രം നിങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് തോരനോ വെജിറ്റബിൾസും എല്ലാം പയർ വർഗ്ഗങ്ങൾ ഉൾപ്പെടുത്താം. ചെറുപയർ ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയിട്ടോ കടല പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ പരിപ്പോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ആ ഒരു പ്ലേറ്റിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ചോറ് കഴിക്കാൻ നിർബന്ധമുള്ള ആളുകളാണ് ചോറ് കഴിക്കാൻ താല്പര്യമില്ല, ചോറ് ഒഴിവാക്കിയിട്ട് ഡയറ്റ് എടുക്കുന്നതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചോറ് കട്ട് ചെയ്തിട്ട് ഈ പറയുന്ന മാംസങ്ങൾ മാത്രം കഴിക്കുന്ന ആൾ, കീറ്റോ ഡയറ്റ് എടുക്കുന്ന സമയത്ത് മാംസം ഫാറ്റാണല്ലോ കൂടുതലായിട്ട് അതിൻ്റെ അകത്ത്, ഫാറ്റ് കൂടുതലായിട്ട് എടുത്തിട്ട് കാപ്സ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതും ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്, വെയിറ്റ് കുറയ്ക്കുന്ന ആളുകളുണ്ട്. പക്ഷേ നിങ്ങൾ പട്ടിണി ഒന്നും കിടന്നിട്ടും അതുപോലെ തന്നെ അമിതമായിട്ട് എക്സസൈസ് ചെയ്തിട്ടൊന്നും വെയിറ്റ് കുറയ്ക്കേണ്ട ഒരു ആവശ്യകത വരുന്നില്ല. അപ്പം എക്സസൈസ് ചെയ്യുകയാണെങ്കിലും സ്റ്റാർട്ടിങ് ആണെങ്കിലും നിങ്ങൾ ഓൾറെഡി എക്സസൈസ് ചെയ്ത ആളുകളാണെങ്കിലും നല്ല രീതിയിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വിഗറസ് ആയിട്ട് ജിമ്മിൽ പോയിട്ട് എക്സസൈസ് ചെയ്യുന്നു. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ജിമ്മിൽ പോയിട്ട് എക്സസൈസ് ചെയ്തിട്ട് കുഴഞ്ഞു വീണ് മരിക്കുന്നു എന്നുള്ളത്. അതായത് നിങ്ങളുടെ ഹാർട്ടിനാണെങ്കിലും നിങ്ങൾ ഓവറായിട്ടുള്ളൊരു വർക്കോ പ്രഷറോ ഒന്നും കൊടുക്കാൻ പാടില്ല. വേണം, അതായത് ഇപ്പോൾ ഏറ്റവും നല്ലൊരു എക്സസൈസ് എന്ന് ഞാൻ പറയുന്നത് ഏറ്റവും നല്ലത് നടത്താണ്. നിങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ കൊഴുപ്പ് കുറയ്ക്കാനും ഒരുപാട് ആരോഗ്യ ഡയബറ്റീസ് കുറയാനും അതുപോലെ തന്നെ BP പ്രശ്നങ്ങളൊക്കെ കുറയാനൊക്കെ ഒരു ബെസ്റ്റ് റെമഡി എന്ന് പറയുന്നത് എപ്പോഴും നടത്തം തന്നെയാണ്. നന്നായിട്ട് നിങ്ങൾ കയ്യും വീശി നടക്കുന്ന ആളുകളാണെങ്കിൽ നന്നായിട്ട് നടക്കുക. ഇപ്പോൾ ജിമ്മിൽ പോയിട്ട് പ്രോട്ടീൻ പൗഡർ എടുക്കുന്ന ആളുകളുണ്ട്. കാരണം നന്നായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രോട്ടീൻ ഡെഫിഷ്യൻസി വരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, പ്രോട്ടീൻ പൗഡേഴ്സ് കഴിക്കുന്നത് മാക്സിമം കുറച്ചിട്ട് പ്രോട്ടീൻ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ പ്രോട്ടീൻസ് എന്ന് പറയുമ്പം അത് ആനിമൽ പ്രോട്ടീൻസ് ആയിട്ടും പ്ലാന്റ് പ്രോട്ടീൻസ് ആയിട്ടും ഉണ്ട് വരുന്നുണ്ട്. അപ്പം മൃഗങ്ങളിൽ നിന്നും നമുക്ക് പ്രോട്ടീൻസ് കിട്ടുന്നുണ്ട്, പച്ചക്കറികളിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം മൃഗങ്ങളിൽ നിന്നൊക്കെ ആണെങ്കിൽ പാല്, മുട്ട, ചിക്കൻ, നോൺ വെജ് ഐറ്റംസ് ആണ് കൂടുതലായിട്ടും പ്രോട്ടീൻസ് ഉള്ളത്. അപ്പോൾ അതെല്ലാം തന്നെ നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് മിതമായ അളവിൽ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്തിട്ട് നിങ്ങൾ കഴിക്കുക. ഇപ്പോൾ വെജ് പ്രോട്ടീൻസ് ആണെങ്കിലും ഈ പാല്, പനീർ, അത് പരിപ്പ് വർഗ്ഗങ്ങൾ ഇതെല്ലാം തന്നെ പ്രോട്ടീൻസാണ്. അപ്പം ഇതെല്ലാം തന്നെ കറക്റ്റായിട്ടുള്ള ഒരളവിൽ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും പ്രോട്ടീൻ ഡെഫിഷ്യൻസി നമുക്ക് വരില്ല. അതുപോലെ തന്നെ നല്ല ഫാറ്റുകൾ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. ഇപ്പോൾ ഡയറ്റ് എടുക്കുമ്പോൾ അതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം നിങ്ങൾ ചെറുതായിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുക, നട്ട്സ് കഴിക്കുക, അല്ലെങ്കിൽ മുട്ട കഴിക്കുക, അല്ലെങ്കിൽ നേന്ത്രപ്പഴം കഴിക്കുക. നേന്ത്രപ്പഴം നിങ്ങൾ അധികം പഴുപ്പില്ലാത്ത ഒരു ആവറേജ് പഴുപ്പുള്ള നേന്ത്രപ്പഴം ജസ്റ്റ് പുഴുങ്ങിയൊന്നും കഴിക്കുന്നത് കൊണ്ടൊന്നും വെയിറ്റ് ഒന്നും നിങ്ങളുടെ ശരീരത്തിൽ പെട്ടെന്ന് കൂടുകയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ നേന്ത്രപ്പഴം, കാരണം നേന്ത്രപ്പഴത്തിലൊക്കെ ആണെങ്കിലും പൊട്ടാസ്യം, മാഗ്നീഷ്യം ഇതൊക്കെ തന്നെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലാണെങ്കിൽ BP-ൻ്റെ പ്രശ്നമുള്ള ആളുകൾ, വെയിറ്റ് കൂടുന്ന ആളുകളുടെ ഒരു മെയിൻ പ്രശ്നം BP അവരിൽ നന്നായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പം BP കുറയ്ക്കാനൊക്കെ ഈ നേന്ത്രപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ രാത്രിത്തെ ഒരു ഓപ്ഷനൊക്കെ നോക്കുകയാണെങ്കിലും നിങ്ങൾ എന്തെങ്കിലും കഴിക്കണം, ഒരിക്കലും നിങ്ങൾ പട്ടിണി കിടക്കരുത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് മാത്രം കഴിക്കാം. ഫ്രൂട്ട്സ് മാത്രം ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 6 മണിക്ക് മുൻപായിട്ട് ഫ്രൂട്ട്സ് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടി നോക്കുക. അത് ഫ്രൂട്ട്സ് ജ്യൂസ് ആക്കുമ്പോൾ നാരുകൾ നഷ്ടപ്പെട്ടു, ഫ്രൂട്ട്സിൻ്റെ ഗുണങ്ങളൊന്നും തന്നെ നിങ്ങളുടെ ശരീരത്തിൽ വരുന്നില്ല, ഫുൾനെസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പം 6 മണിക്ക് മുൻപായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രൂട്ട്സ് നന്നായിട്ട് കട്ട് ചെയ്ത് കഴിയും. അപ്പോൾ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യണം. എല്ലാ ദിവസവും ഒരു സെയിം ഫ്രൂട്ട് തന്നെ കഴിച്ചാലും നമുക്കതൊരു ബോറിംഗ് ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾ ആപ്പിൾ കഴിക്കണം, പേരക്ക കഴിക്കണം, അതുപോലെ തന്നെ പൊമോഗ്രാനേറ്റ് അഥവാ അനാറ് കഴിക്കണം, ഓറഞ്ച്, ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകളെല്ലാം തന്നെ കഴിക്കുക. പിന്നെ
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ രാത്രിയായി കഴിഞ്ഞാൽ ഒരു 6 മണിക്ക് ശേഷം വീണ്ടും നിങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക. അതിന് പകരം നിങ്ങൾ ഒരുപാട് ലേറ്റായിട്ട് ഉറങ്ങുന്ന ആളുകളാണെങ്കിലാണ് വീണ്ടും നമുക്ക് ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ സമയം ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് എനർജി വേണം, അതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കണം എന്നുള്ളൊരു ടെൻഡൻസിയൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രൂട്ട്സ് എല്ലാം കഴിച്ച് കറക്റ്റ് ഒരു 10 മണിക്ക് മുൻപായിട്ട് തന്നെ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പെട്ടെന്ന് നമുക്ക് വെയിറ്റ് കുറയ്ക്കാം എന്നുള്ളൊരു ലക്ഷ്യമല്ല വേണ്ടത്. നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കണം. കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാലും നമുക്ക് വെയിറ്റ് നല്ല രീതിയിൽ കുറയ്ക്കുക, നമ്മുടെ ബോഡി ഹെൽത്തി ആക്കുക. മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും, വെയിറ്റ് കുറയുന്നതിൻ്റെ കൂടെ ആരോഗ്യ പ്രശ്നങ്ങൾ, അനീമിയ വരുന്ന ആളുകളുണ്ട്, പെട്ടെന്ന് ജോയിൻസിനും കാര്യത്തിനൊക്കെ വേദന വരുന്ന ആളുകളുണ്ട്, മുടി കൊഴിച്ചിൽ വരുന്ന ആളുകളുണ്ട്, സ്കിന്ന് ചുളിഞ്ഞു പോകുന്ന ആളുകളുണ്ട്. ഇതെല്ലാം സഡൻ വെയിറ്റ് ലോസിൽ ചിലപ്പോൾ ആളുകൾക്ക് സംഭവിക്കും. അപ്പോൾ ഇതൊന്നും കൂടാതെ ബോഡിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക. അങ്ങനെ ഒരു ഡയറ്റ് എടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലൊക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.